എന്താണ് ദൈവം? ദൈവസങ്കല്പം എന്നത് വ്യത്യസ്ത സംസ്കാരങ്ങളിലും മതങ്ങളിലും ദാർശനിക വിശ്വാസങ്ങളിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പൊതുവെ ദൈവത്തെ മനസ്സിലാക്കുന്നത് ഒരു പരമോന്നത സൃഷ്ടാവായോ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഉന്നത ശക്തിയായോ ആണ്. ദൈവം എന്തിനെ പ്രതിനിധീകരിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ചില വീക്ഷണങ്ങൾ ഇതാ. 1. മതപരമായ വീക്ഷണം. ക്രിസ്തുമതം, ഇസ്ലാം മതം, യഹൂദമതം തുടങ്ങിയ പല പ്രധാന മതങ്ങളിലും ദൈവത്തെ സർവശക്തനും സർവജ്ഞനും ദയാലുവുമായ സൃഷ്ടാവായി കാണുന്നു. അവൻ ലോകത്തിലും വ്യക്തികളുടെ ജീവിതത്തിലും സജീവമായി ഇടപെടുന്നു. ഓരോ മതത്തിനും ദൈവത്തെക്കുറിച്ചുള്ള സ്വന്തം വിവരണങ്ങളുണ്ട്. വിശുദ്ധ ഗ്രന്ഥങ്ങൾ ദൈവികതയുടെയും സ്വഭാവ ഗുണങ്ങളെയും നിർവചിക്കുന്നു. 2. ദാർശനിക വീക്ഷണം. വിവിധ ദാർശനിക പാരമ്പര്യങ്ങളും ദൈവസങ്കല്പത്തെ പര്യവേക്ഷണം ചെയ്യുന്നു. ഉദാഹരണത്തിന്, ക്ലാസിക്കൽ ദൈവശാസ്ത്രത്തിൽ ദൈവം സമയത്തിനും സ്ഥലത്തിനും പുറത്താണെന്നും മാറ്റമില്ലാത്തവനാണെന്നും പൂർണ്ണമായ ഗുണങ്ങൾ ഉണ്ടെന്നും വാദിക്കുന്നു. ഇതിനു വിപരീതമായി അസ്തിത്വവാദികളും ചില കിഴക്കൻ തത്വചിന്തകന്മാരും ദൈവത്തെ കൂടുതൽ അമൂർത്തമായി വീക്ഷിച്ചേക്കാം. കൂടാതെ വ്യക്തിപരമായ അനുഭവത്തിനും ദൈവികതയുടെ ആത്മനിഷ്ഠ സ്വഭാവത്തിനും പ്രാധാന്യം നൽകുന്നു. 3. സാംസ്കാരിക സ്വാധീനം. വ്യത്യസ്ത സംസ്കാരങ്ങൾ ദൈവത്തെയോ ദൈവങ്ങളെയോ ഒന്നിലധികം രൂപങ്ങളിൽ നിർവചിച്ചേക്കാം. ഹിന്ദുമതം പോലുള്ള ബഹുദൈവാരാധനാ മതങ്ങളിൽ വ്യത്യസ്ത വേഷങ്ങളും പ്രതിനിധാനങ്ങളുമുള്ള നിരവധി ദൈവങ്ങളുണ്ട്. അതേസമയം മറ്റ് വിശ്വാസ വ്യവസ്ഥകൾ ദൈവത്തെ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന കൂടുതൽ വ്യക്തിത്വമില്ലാത്ത ഒരു ശക്തിയായി കണ്ടേക്കാം. ഉദാഹരണത്തിന് താവോയിസത്തിലെ താവോ എന്ന ആശയം. 4. വ്യക്തിപരമായ ധാരണ. പലർക്കും ദൈവത്തെക്കുറിച്ചുള്ള ധാരണ ആഴത്തിൽ വ്യക്തിപരവും ആത്മനിഷ്ഠവുമാകാം. വ്യക്തിഗത അനുഭവങ്ങൾ, വളർത്തൽ, ആത്മീയത, ജീവിത സംഭവങ്ങൾ എന്നിവയാൽ രൂപപ്പെടുത്തിയതാണ്. ചിലത് പരമ്പരാഗത വീക്ഷണങ്ങളുമായി പ്രതിധ്വനിച്ചേക്കാം. മറ്റുള്ളവയ്ക്ക് ദൈവികതയെക്കുറിച്ചുള്ള സവിശേഷവും വികസിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു സങ്കല്പമുണ്ടായിരിക്കാം. ചുരുക്കത്തിൽ, ദൈവം എന്താണ് എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമില്ല. മതസിദ്ധാന്തം, ദാർശനിക അന്വേഷണം, സാംസ്കാരിക സന്ദർഭങ്ങൾ, വ്യക്തിപരമായ അനുഭവങ്ങൾ എന്നിവയാൽ രൂപപ്പെടുത്തിയ വിശാലമായ വ്യാഖ്യാനങ്ങളും വിശ്വാസങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ദൈവത്തിന്റെ വൈവിധ്യമാർന്ന വീക്ഷണങ്ങൾ മനസ്സിലാക്കാനും അർത്ഥത്തിനും ദൈവികതയ്ക്ക് വേണ്ടിയുള്ള മനുഷ്യരാശിയുടെ അന്വേഷണത്തെക്കുറിച്ചുള്ള സംഭാഷണവും ആഴത്തിലുള്ള ഉൾക്കാഴ്ചയും വളർത്തിയെടുക്കും.